السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 121 ആയത്തായിരുന്നു പറഞ്ഞു മനസ്സിലാക്കിയത് അല്ലേ. അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കി. പക്ഷെ ഒരുപാട് നമുക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട വലിയൊരു ലെസൺ ഉള്ള ആയത്താണ് അതെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ട് ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 5 പോയിന്റ്സ് പറഞ്ഞു വെച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നും ഒരുപാട് കഴിവിൻ്റെ പരമാവധി പോയിന്റ്സ് നമുക്ക് ഇന്നും പറയണം. കാരണം അത് ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ തലയിലോട്ട്, നമ്മുടെ ഹൃദയത്തിലോട്ട്, നമ്മുടെ ജീവിതത്തിലോട്ട് അങ്ങോട്ട് കയറണം അല്ലേ. കാരണം നമുക്കറിയാം തിലാവത്തുൽ ലഫ്സാണ് ആദ്യത്തെ അല്ലെങ്കിൽ തിലാവത്തിൻ്റെ ഹക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് തിലാവത്തുൽ മാന, തിലാവത്തുൽ ഹുക്കും അല്ലേ. അപ്പം ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമ്മൾ എന്താവുന്നുള്ളൂ, ഹഖ തിലാവത്തിഹിൽ പെടുന്നുള്ളൂ അല്ലേ. അങ്ങനെയുള്ളവരാണ് എന്തിൽ യുഅ്മിനൂന ബിഹ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഖുർആനിൽ വിശ്വസിക്കുന്നവർ അവർ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അതില്ലെങ്കിൽ ഉലായിക ഹുമുൽ ഖാസിറൂൻ അല്ലേ, നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പൊ നമുക്ക് തിലാവത്തുൽ ഹുക്കും പെർഫെക്റ്റ് ആവണമെങ്കിൽ തിലാവത്തുൽ മാന അറിയണം. തിലാവത്തുൽ മാന പെർഫെക്റ്റ് ആവണമെങ്കിൽ തിലാവത്തുൽ ലഫ്ദ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഗതിയിൽ തിലാവത്തുൽ ലഫ്ദിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. തിലാവത്തുൽ ലഫ്ദിൽ കൂടുതൽ റെസിറ്റേഷനും തജ്വീദും ഒക്കെ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ തിലാവത്തുൽ മാനയിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ ഖുർആൻ മനസ്സിലാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ തിലാവത്തുൽ ഹുക്മിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ വലിയ ലെവലിലെത്തി, ഇനിയിപ്പോൾ ചെറിയ ലെവല് വേണ്ടാതല്ലേ. അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കുറവ് തിലാവത്തുൽ ലഫ്ദിൽ വരാൻ നമ്മളെ പോലെയുള്ള പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് സാധ്യത കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഊന്നി പറഞ്ഞേ മതിയാവും. കാരണം ഒരു പക്ഷേ തിലാവത്തുൽ ലഫ്ദിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക്, തിലാവത്തുൽ മാനയിലേക്കും തിലാവത്തുൽ ഹുക്മിലേക്കും എത്താത്തവർക്ക് മാഷാ അല്ലാഹ് അവർ തിലാവത്തുൽ ലഫ്ദ് ഒരുപാട് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പം അവരോട് ഈ ഇമ്പോർട്ടൻസിന്റെ കാര്യം ഒരു പക്ഷെ ഇത്രയധികം പറയേണ്ടി വരില്ല. പക്ഷേ തിലാവത്തുൽ മാനയിലും ഹുക്മിലും എത്തിയവരുടെ അടുത്ത് ഈ കാര്യം പറയൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇവിടെയുള്ള ഒരു മെജോറിറ്റി ആളുകൾക്കും അത് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആണിയടിച്ച് കയറ്റണം, നമ്മുടെ തലയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെ ആണെങ്കിലും നമ്മളത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഒന്ന് അതിന് എന്താ പറയാ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ തിലാവത്തുൽ ലഫ്ദിൽ സ്റ്റക്കായിട്ടുള്ളവർ തിലാവത്തുൽ മാനയുടെയും തിലാവത്തുൽ ഹുക്മിന്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. എല്ലാ ക്ലാസ്സുകളിലും തിലാവത്തുൽ മാനയും തിലാവത്തുൽ ഹുക്മാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഖുർആന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കലും ജീവിതത്തിലേക്ക് കൊണ്ടുവരലും. അപ്പോൾ തിലാവത്തുൽ ലഫ്ദിന്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ആയത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. ഖുർആൻ പാരായണത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന അടുത്ത ഒരു പോയിന്റ്. അതായത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്തോറും അത് നമ്മളുടെ ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം, ഇഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ആരോടുള്ള ഇഷ്ടം ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് മുഅ്ജം ഇബ്നു മുഖറി അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസാണ്. മൻ സർറഹു അൻ യുഹിബ്ബല്ലാഹ വറസൂലഹു ഫല്യഖ്റ ഫിൽ മുസ്ഹഫ്. ആർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോടും അവന്റെ പ്രവാചകനോടും റസൂലഹു അതിയായ, അതായത് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുവിനെയും അവന്റെ ദൂതനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്, ഞാൻ അള്ളാഹിനെയും അള്ളാഹിന്റെ ദൂതനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്നെ പോലെ ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ എവിടെയോ നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴും ഇഷ്ടങ്ങൾ അതിനേക്കാളും മേലെ പലതും ഉണ്ട്. ഇവൻ നമ്മളോടുള്ള ഇഷ്ടം പോലും ഇപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മേലെയാണ് അല്ലെ. പല ഇഷ്ടങ്ങളും ഇപ്പോഴും നമുക്ക് അതിൻ്റെയൊക്കെ മേലെയാണ്. നമ്മൾ അങ്ങനെയല്ല പറയാറുള്ളതെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും. അപ്പം ആര് അള്ളാഹു സുബ്ഹാനഹു തആലയും അവന്റെ പ്രവാചകനെയും
സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവൻ എന്താന്ന് പറയുന്നത്, ഫല്യഖ്റഅ ഫിൽ മുസ്ഹഫ്, മുസ്ഹഫിൽ നിന്ന് വായിക്കട്ടെ, ഖുർആനിൽ നിന്ന് വായിക്കട്ടെ. അപ്പം ഈ ഒരു സീക്രട്ട് ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അല്ലെ, ഭയങ്കര അതിയായ ആഗ്രഹമാണ്, ചെറിയ ആഗ്രഹമൊന്നുമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഖുർആൻ ഒരുപാട് ഓതുക, ഖുർആൻ ഓതുക. ഖുർആൻ ഓതി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹിക്കാൻ അത് സഹായിക്കുന്ന പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് ആ ടിപ്പ് പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമില്ല, അതിനകത്തൊരു തെറ്റുണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. അള്ളാഹിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്നേഹിക്കുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരുപാട് അറിയാം അല്ലെ. ആയത്തിലും ഖുർആൻ ആയത്തിലും ഹദീസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തന്റെ പിതാവിനേക്കാളും മകനേക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും ഏറെ ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവണം. തൗഹീദ് എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് നമുക്ക് അള്ളാഹു ആകണം അല്ലെ. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവണം. അപ്പം അതുവരെ നമ്മളാരും വിശ്വാസികളാവുന്നില്ല എന്നാ പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാനിനെ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മളുടെ സമ്പത്തിനേക്കാളും നമ്മളുടെ കുട്ടികളെക്കാളും ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടം അതൊക്കെ ആയിരിക്കും. ചില വേറൊരു വേർഷൻ, ഈ ഹദീസിന്റെ തന്നെ വേറൊരു വേർഷനിൽ സ്വന്തം നഫ്സിനേക്കാളും എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളായി മാറുന്നത്. നമ്മുടെ നഫ്സിനോടുള്ള ഇഷ്ടം, നമ്മുടെ മക്കളോടുള്ള ഇഷ്ടം, നമ്മുടെ സമ്പത്ത്, ആസ്തി, അല്ലെങ്കിൽ ഐഹികമായ നമ്മളുടെ സമ്പാദ്യങ്ങളോടുള്ള ഇഷ്ടം. ഇനി മനുഷ്യരിൽ ഏതൊരാളെ, ഏതിനേക്കാളും, കാരണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോന്നായിരിക്കും അല്ലെ, എല്ലാത്തിനേക്കാളും നമുക്ക് ഇഷ്ടം വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതിനേക്കാളും നമുക്ക് ഇഷ്ടം വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് ശ്രമിക്കുന്ന മാത്രമേ ഉള്ളൂ, അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഈമാൻ എവിടെയോ ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആ ഈമാൻ നമുക്ക് കറക്റ്റ് ചെയ്യണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതിനേക്കാൾ മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അല്ലേ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അറിഞ്ഞിരിക്കുക അല്ലെ, ചരിത്രം അറിഞ്ഞിരിക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, എന്ത്, നിങ്ങൾ ധാരാളമായി ഖുർആൻ ഓതുക. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഖുർആൻ ഓതണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, ഖുർആൻ നമ്മൾ ഓതാനുള്ള വേറൊരു കാരണം, അല്ലെങ്കിൽ ഖുർആൻ ഓതേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, അത് സമാധാനത്തിന്റെ വഴിയാണ് അല്ലെ. ഖുർആൻ ഓതുക എന്ന് പറയുന്നത് സമാധാനത്തിന്റെ വഴിയാണ്. പലപ്പോഴും നമ്മള് മനുഷ്യന്മാരല്ലേ, നമുക്ക് വിഷമങ്ങൾ വരും, സമാധാനക്കേടുകൾ വരും, ഡിപ്രഷൻസ്, ദേഷ്യം, അസൂയ, എന്താണ്, മൂഡ് ഓഫ് ഒക്കെ വരില്ലേ. പ്രത്യേകിച്ച് നമ്മള് പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പം അല്ലേ, നമുക്കറിയാം നമ്മള് മൂഡ് എപ്പോഴാ താഴോട്ടും മുകളിലേക്കും പോകണം എന്ന് അറിയില്ല. നമുക്ക് അതിന് പല കാരണങ്ങളും ഉണ്ട് അല്ലെ. ശാരീരികമായ കാരണങ്ങളായാലും പലപ്പോഴും വരാറുണ്ട് പീരിയഡ്സ് വരുമ്പോൾ അല്ലെ. ഭയങ്കര ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, ഹൈസ് ആൻഡ് ലോസ് നമുക്ക് വരാറുണ്ട് അല്ലെ. ഭയങ്കര ഇംബാലൻസ്, ചില സമയത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, ചില സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. ആ ഒരു കമ്പോസ്ഡ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾഡ് മാനറിൽ പോകാൻ പലപ്പോഴും നമുക്ക് നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാരണങ്ങളോ, പലരും ഉണ്ടാക്കുന്ന ഓരോ ട്രിഗേഴ്സ് കാരണം അല്ലെ. കാരണം നമ്മളാണ് വീട്ടിൽ ഏകദേശം ഒരു അച്ചുതണ്ട് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏത് വീട്ടിലും എല്ലാവരുടെ കാര്യങ്ങളും ബാധിക്കുന്ന ആളുകളാണ് നമ്മൾ സ്ത്രീകൾ അല്ലെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമോഷൻസ് ഭയങ്കര ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാവാറുണ്ട് അല്ലെ. ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും, ചില സമയത്ത് ഭയങ്കര സമാധാനത്തോടു കൂടി സംസാരിക്കുന്നവരായിരിക്കും അല്ലെ. അത് നിമിഷം കൊണ്ടാണ് ഇതൊക്കെ മാറി മറിയുന്നത്. അപ്പൊ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി, നമുക്ക് തന്നെ കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതും അല്ലെ, നമ്മൾ പലതും ചെയ്യാറുണ്ട് അല്ലെ. ആൾക്കാരോട് പറഞ്ഞ ഒരു ആശ്വാസം കിട്ടും, സുബ്ഹാനല്ലാഹ്. ഒന്ന് ഷെയർ ചെയ്ത ആശ്വാസം കിട്ടും എന്ന് പറയുന്നവരുണ്ട് അല്ലെ. പൊട്ടിക്കരയുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ് അല്ലെ. ചിലര് ഭക്ഷണം കഴിക്കും, ഭയങ്കര മൂഡ് ഓഫ് ഉള്ള സമയത്ത് കുറേ വാരി വലിച്ച് കഴിച്ചിട്ട് തൽക്കാലം ആശ്വാസം കണ്ടെത്താറുണ്ട് അല്ലെ. അത് എന്ത് ഫുഡാണെങ്കിലും കുഴപ്പമില്ല, വണ്ണം വെച്ചാലും കുഴപ്പമില്ല, ആരോഗ്യത്തിന് മോശമായാലും കുഴപ്പമില്ല, എനിക്കിപ്പോ എന്റെ മൂഡ് തീരെ ശരിയല്ല, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി. ചിലര്
എന്നെ കൊണ്ട് ഇതൊന്നും തലയിൽ കയറ്റാൻ വയ്യ, ഞാൻ പോയി ലക്ഷം കിടന്ന് ഉറങ്ങട്ടെ അല്ലേ. ഭയങ്കര മൂഡ് ഓഫ് അപ്സെറ്റ് ആയിട്ടുള്ള സമയത്ത് ഫുൾ ടൈം കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള പോലെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യൽ. പൊട്ടിക്കരഞ്ഞിട്ടും പരാതികൾ പറഞ്ഞിട്ടും ഒക്കെ. ഇപ്പൊ മാഷാ അല്ലാഹ് പലരും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ട് സമാധാനം കണ്ടെത്തുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, സുജൂദിൽ ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് നേരിട്ട് സ്വന്തം എന്താ പറയാ കാര്യങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് പറഞ്ഞ് സമാധാനം കണ്ടെത്തുന്നവരും ഉണ്ട് അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ റഅദിലെ 28-ാമത്തെ ആയത്ത് ഇത് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. അപ്പം നമുക്ക് നമ്മളുടെ ഹൃദയത്തിനെ ഒന്ന് കംഫർട്ട് ചെയ്യണമെങ്കിൽ, നമുക്കൊരു സമാധാനം കൊടുക്കണമെങ്കിൽ അള്ളാഹിന്റെ കലാം അല്ലെ, അള്ളാഹിന്റെ കലാം എടുത്ത് അതങ്ങ് ഓതിക്കഴിഞ്ഞാൽ, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കുറച്ച് മെല്ലെ 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 ഓരോ ഓരോ ലഫ്ള് കഴിയുമ്പോഴും ഓരോ ആയത്ത് കഴിയുമ്പോഴും നമുക്കിങ്ങനെ ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും അറിയാം, ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ. ഭയങ്കര മൂഡ് ഓഫ് ഉള്ള സമയത്ത് ഖുർആൻ ഒളു എടുത്ത് ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഓരോ ആയത്തുകൾ കഴിയുമ്പോഴും നമ്മുടെ ആ ഒരു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഇങ്ങനെ മെല്ലെ 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 അങ്ങ് കുറഞ്ഞ് പോസിറ്റീവായിട്ട് വരുന്നത് കാണാം, സന്തോഷം വരുന്നത് കാണാം, സമാധാനം വരുന്നത് കാണാം. ഇത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കൊടുക്കുന്നത് എന്താണ്? ശാന്തത കൊടുക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മളുടെ വേറൊരു ദുആ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നമ്മൾ ഇതൊരു ഹൃദയ ശുദ്ധീകരണത്തിന്റെ ക്ലാസ്സിൽ ഈ ഒരു ദുആ മാത്രമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാത്തവർ അത് കേൾക്കാം. നമ്മൾ ഓരോ ക്ലാസ്സിന്റെയും അവസാനം, ഓരോ തഫ്സീർ ക്ലാസ്സിന്റെയും അവസാനം ചെയ്യുന്ന ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് അസ്അലുക. അതായത് ഭയങ്കര പവർഫുൾ വാക്കുകളും ഇൻട്രൊഡക്ഷനും ഒക്കെ ആണ് ഈ ഒരു ദുആന്റെ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, വേറെ ക്ലാസ് എടുത്ത് വെച്ചത് കൊണ്ട്. ഓക്കെ. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക് ഔ അൻസൽതഹു ഫി കിതാബിക്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ പേരുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ദുആ ചെയ്യുന്നത് അല്ലേ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമി ഗൈബി ഇൻദക് അല്ലേ. അവസാനം എന്താ പറയുന്നത്? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദരി വജലാഅ ഹുസ്നി വദഹബ ഹമ്മി. സുബ്ഹാനല്ലാഹ് അല്ലേ, ഹൃദയത്തിന്റെ വസന്തം, നെഞ്ചിന്റെ പ്രകാശം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ട് അല്ലേ, വിഷമം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനാണ് നമ്മുടെ വിഷമങ്ങളെ ദൂരീകരിക്കാൻ പറ്റുക, നമ്മുടെ മനസ്സിന് സമാധാനം തരാൻ പറ്റുക. ഖുർആൻ വഴി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദിക്ർ ചെയ്യും, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അല്ലെ. നമ്മൾ ഈ നൂറ് സ്വദരി എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെ, നമ്മുടെ നൂറ് സ്വദരി ഗ്രൂപ്പിലൂടെ എല്ലാവർക്കും അത് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ശരിക്കും സ്വദറിന്റെ നൂറ് തന്നെയാണ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ വസന്തം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഖുർആനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ അവസ്ഥയും ഇപ്പം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും വസന്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ കുഞ്ഞു കുഞ്ഞു വസന്തങ്ങൾ തന്നെ നമുക്ക് എത്രമാത്രം സന്തോഷം സമാധാനവും തരുന്നുണ്ട്. അപ്പൊ ഖുർആനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വസന്തം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയാണെങ്കിലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ വസന്തം എവിടെയാണ്? ഖുർആനിൽ ഉള്ളതാണ്. അപ്പം ഈ ഒരു ദുആ നിങ്ങൾ സ്ഥിരമാക്കിക്കോ, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നോ. കഴിയുന്നതും ഇതിന്റെ കംപ്ലീറ്റ് തന്നെ ആ അർത്ഥത്തോടു കൂടി, ആ ഒരു ഡെഡിക്കേഷനോട് കൂടി. അതിന്റെ ആദ്യത്തിലൊക്കെ ശരിക്കും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അത്രയ്ക്ക് കീഴൊതുങ്ങിയിട്ട് പറയുന്ന വാക്കുകളാണ് അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദുആ എപ്പോഴും സ്ഥിരമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഹുസ്നും ഹമ്മും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്ത് കളയും. അപ്പം നമുക്ക് സമാധാനം, സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഖുർആൻ ഓതൽ. എല്ലാവർക്കും വേണ്ടത് അതാണ്, എല്ലാവർക്കും വേണ്ടത്. എല്ലാവരുടെ പ്രശ്നവും ഇത് തന്നെയാണ്: സമാധാനക്കേട്, സന്തോഷമില്ലായ്മ, പ്രശ്നങ്ങള്, പൊട്ടിത്തെറികൾ അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത്തിരി ബെറ്റർ ഫീലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതുക. എല്ലാത്തിനും പരിഹാരം ഖുർആനിൽ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ എന്ന് പറയുന്നത് ഷിഫ ആണ് അല്ലേ. രോഗങ്ങൾക്കും ഹൃദയങ്ങൾക്കും ഒക്കെയുള്ള ശമനമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞിരുന്നു ഫീ ഖുലൂബിഹിം മറദുൻ. അവരുടെ ഹൃദയങ്ങളിൽ രോഗങ്ങളുണ്ട് അല്ലേ. ഹൃദയങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്.
പല രോഗങ്ങളും നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ പല രോഗങ്ങളും ഉണ്ട്. അതും ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ വേറെ സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. പകുതി വഴിയിൽ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പല രീതിയിലും നമ്മുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ ഖുർആനിലൂടെ തന്നെ ശമിക്കുന്നത് കൊണ്ടാണ് നമ്മളത് തൽക്കാലം ഒന്ന് സ്ലോ ആക്കിയത്. മാഷാ അല്ലാഹ് കുറേ രോഗങ്ങൾ നമ്മളുടെ ഇതിലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ മുഴുവൻ ട്രീറ്റഡ് അല്ല എങ്കിൽ പോലും കുറേ രോഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ആ രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഷിഫ എവിടെയുണ്ട്? ഖുർആനിലുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഹൃദയങ്ങൾ പലപ്പോഴും പലതിനോടുള്ള എക്സ്ട്രീം ലവ് അല്ലെ, പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ ഒരു വിഷമം, ഒരു പിടുത്തം, ഒരു ഇടങ്ങേറ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തിനോടോ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു സ്നേഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മേലെയുള്ള സ്നേഹം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിഷമം കിട്ടുമ്പം സഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അതിനെ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കൊണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്ന് ഒരു നിമിഷം എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒന്ന് കണ്ണടച്ച് നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും നമുക്കൊരു പിടുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അതായത് ആ ഒരു കാര്യം, ആ ഒരു ആള്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എവിടെയോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയേക്കാൾ മേലെയുള്ള ഒരു ഇഷ്ടത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം അവിടെ സ്റ്റക്ക് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് വിഷമിക്കുന്നവർ തന്നെയാണ്. ഞാൻ പറഞ്ഞു ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലതിനോട്, ചിലർക്ക് ഭയങ്കര വെറുപ്പായിരിക്കും ചിലതിനോട്. അതായത് എന്തോ ഒരു കാര്യത്തിനോടുള്ള വെറുപ്പ് കാരണം അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ കാരണം ഫുൾ ഇംബാലൻസ് ആയിരിക്കും. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഒരു ഇടങ്ങേറ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് അസൂയായിരിക്കും. എന്തോ കാര്യത്തിനോടുള്ള, അല്ലെങ്കിൽ ആരോടോ ഉള്ള പകയായിരിക്കാം, വെറുപ്പായിരിക്കാം, ദേഷ്യമായിരിക്കാം, വിദ്വേഷമായിരിക്കാം, റിയാ ആയിരിക്കാം അല്ലെ. പലതും. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാനത് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് എന്താ അങ്ങനെ നടക്കാത്തെ, ഞാൻ അവർക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാണ് അല്ലെ. അവിടെ എന്താണ്? അവിടെ കിബ്റാണ് വരുന്നത്. കാരണം ഞാൻ കറക്റ്റ് ആയല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പല രീതിയിലാണ് ഈ ഹൃദയത്തിന്റെ രോഗങ്ങൾ വർക്ക്ഔട്ട് ആകുന്നത്. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ, അതായത് ഖുർആനിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ എന്തോ ഒരു രോഗത്തിന്റെ സൂചനയാണ് അല്ലെ. നമുക്കൊരു പനി വരിക, നമ്മുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പനി അല്ലാത്ത അവസ്ഥയിൽ അതെന്തിന്റെ ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഏതോ ഒരു ഭാഗം ഇൻഫെക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ചൂടായിട്ട് അത് അങ്ങോട്ട് പുറത്തു വരുന്നത്. അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിനെ എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഹൃദയത്തിനെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ എന്തോ ഒരു രോഗം, എന്തിനോടോ ഉള്ള ഇഷ്ടം, എന്തിനോടോ ഉള്ള വെറുപ്പ്, എന്തിനോടോ ഉള്ള അസൂയ, എന്തിനോടോ ഉള്ള പക, കിബിർ, അല്ലെങ്കിൽ റിയാ, ഞാൻ കറക്റ്റാണ്, ഞാൻ സംഭവമാണെന്ന് കാണിക്കാനുള്ള ആ ഒരു ത്വര, എന്തോ ഒരു രോഗം നമ്മുടെ ഹൃദയത്തിന്റെ എവിടെയോ ഉണ്ട്. നമ്മൾ എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും എവിടെയോ ഉണ്ട്. അതിനുള്ള ചികിത്സ എവിടെയാ ഉള്ളത്? ഖുർആനില്. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ചികിത്സയും ഖുർആനിലുണ്ട് അല്ലേ. അപ്പൊ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിനുള്ള ഷിഫ എവിടെയുണ്ട്? ഖുർആനില്. സൂറത്ത് ഇസ്രായില് 82-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഷിഫാഉം റഹ്മയും. സുബ്ഹാനല്ലാഹ്. ഷിഫയും റഹ്മയും ഖുർആനിലുണ്ട് അല്ലേ. പറഞ്ഞ ഷിഫയും റഹ്മയും നമുക്ക് എങ്ങനെയാ കിട്ടുക? നമ്മൾ ഖുർആൻ ഓതാതെ ഖുർആനെ മാറ്റി വെച്ചാൽ നമുക്ക് കിട്ടുമോ? ആ റഹ്മത്ത് നമുക്ക് കിട്ടുമോ? ഇല്ലല്ലേ. നമുക്കൊരു രോഗം വരുമ്പം നമ്മളെല്ലാവരും തന്നെ അല്ലേ, നമ്മൾ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, എന്താ ഈ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എന്ത് ദുആ ആണ് പറയേണ്ടത്? അതായത് പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂള് പോലെ ഒരു ദുആ അവർക്ക് വേണം. സുബ്ഹാനല്ലാഹ്. പലരും വന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിക്ർ, ഇതൊരു 100 പ്രാവശ്യം ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഇതൊരു 50,000 പ്രാവശ്യം ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആ ഒരു ഈസി ടിപ്പ് ഉണ്ടല്ലോ, ഒരു ക്യാപ്സ്യൂൾ വേഗം വായിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന എന്തെങ്കിലും, അതാണ് അവർ പറയാ. പക്ഷേ നിങ്ങൾ ഖുർആൻ ഓത്, ഖുർആനില് ഷിഫ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓതലുണ്ട്, വേറെന്താണ് കുറച്ചും കൂടെ എളുപ്പമുള്ളത് എന്താ അല്ലെ, അങ്ങനെയാ ചോദിക്കുക. നമ്മളെല്ലാവരും ഒരു പക്ഷെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ, ഒരു പ്രയാസം ഉണ്ടാകുമോ, ഒരു രോഗ അവസ്ഥ ഉണ്ടാകുമോ, ഖുർആൻ ഷിഫയാണെന്ന് നമുക്ക് അറിയെങ്കിൽ പോലും, അതിനകത്ത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ശ്രമിക്കാറില്ല.
ശ്രമിക്കാറില്ല അല്ലേ? ഖുർആൻ ഓതിയിട്ട് അതിനൊരു ഷിഫ നേടണമെന്ന് ശ്രമിക്കാറില്ല. എൻ്റെ തഫ്സീർ ടീച്ചർ ഒരിക്കൽ കുറേ മുമ്പാ, ബക്കറ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു കാര്യം. സ്റ്റാർട്ടിങ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ ഒരു സ്റ്റുഡന്റ് പുറത്തെവിടെയോ ആണ്, വിദേശത്തെവിടെയോ ആണ്. ആളുടെ ഹസ്ബൻഡ്, അതായത് റീസെന്റ് മാരീഡ്, ചെറിയ പ്രായമാണ്. ഹസ്ബൻഡിന് എന്തോ ഒരു ക്യാൻസർ, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത എന്തോ ഒരു ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തു. അല്ലാഹു അവർക്ക് ഷിഫ കൊടുക്കട്ടെ. അപ്പം എല്ലാ ചെക്കപ്പും ഇങ്ങനെ നടത്തി ഒരു സ്റ്റേജ് എത്തിയപ്പം ഡോക്ടർ പറഞ്ഞു പോലും ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അള്ളാഹു അല്ലെ, ദൈവം നിങ്ങൾക്ക് നീട്ടി തന്ന ആയുസ്. ഇവൻ ഈ ഡോക്ടർ നിരീശ്വരവാദി കൂടെയാണ്. അപ്പം ദൈവം എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നിങ്ങൾ ഭാഗ്യം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഈ കുട്ടി, അതായത് ഇയാളുടെ ഭാര്യ സൂറത്ത് ബഖറയുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ആള് സ്ഥിരമായിട്ട് വീട്ടില് ഇങ്ങനെ ബക്രയുടെ രജിസ്ട്രേഷൻ ഇട്ടുകൊണ്ടിരിക്കും, എപ്പോഴും അത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും വീട്ടില്. ഇതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ചെക്കപ്പിന് പോയ സമയത്ത് ഈ ഡോക്ടർ ചോദിക്കായിരുന്നു, നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാട്ടിയത്, എന്ത് മരുന്നാ നിങ്ങൾ കൊടുത്തത്? സുബ്ഹാനല്ലാഹ്. ആ കുട്ടിന്റെ അറിവില് വേറൊന്നും ചെയ്തിട്ടില്ല എക്സ്ട്രാ, ഈ ബക്കറ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ എന്തൊക്കെയോ കൗണ്ടുകൾ, ഞാൻ പറഞ്ഞല്ലോ അതൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാൻസർ ആയിരുന്നു, എന്തൊക്കെയോ കൗണ്ടുകൾ ബാലൻസ് ആയി പോലും. ശരിക്കും റിയൽ ടൈം നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് അല്ലേ? നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞാലും, ഖുർആനിൽ എത്രയൊക്കെ ഷിഫ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം, ശാരീരികമോ മാനസികമായിട്ടുള്ള പ്രയാസം വരുമ്പോൾ നമ്മൾ എത്ര പേര് ഇതിനകത്ത് ഷിഫ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഖുർആൻ എടുത്ത് ഓതാറുണ്ട്. ഖുർആൻ ഇനി ഓതാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ ശ്രമിക്കായിരിക്കില്ല, അതിലപ്പുറം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാനും പറ്റൂല. അത് സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ എന്താണ്? ഷിഫ ആണ്, റഹ്മത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പം നമുക്ക് എന്താ, ചികിത്സിക്കേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, അത് നമുക്ക് എന്തായാലും വേണം. ചികിത്സിക്കേണ്ട കാര്യങ്ങൾ ചികിത്സിക്കുക തന്നെ വേണം. പക്ഷേ ഖുർആനിൽ ഷിഫ ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആ ഒരു ഷിഫക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സീരിയസ് ആക്കി എടുത്തിട്ട് ശരിക്കും യഖീനോട് കൂടി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പല സാഹചര്യങ്ങളിലായിട്ട് അല്ലേ, മുഅവ്വിദത്തൈന് അല്ലെങ്കിൽ 3 സൂറത്തുകൾ, അത് മുഅവ്വിദാത്ത് ഓതി ഊതാറുണ്ട് അല്ലെ, കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവാറുണ്ട്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന. സുബ്ഹാനല്ലാഹ്, അത് ഒരുപക്ഷെ സുന്നത്തായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടാവും അല്ലെ, മുഅവ്വിദാത്ത് അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഒക്കെ ഊതുന്നത്. അപ്പം പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം സഹാബിമാര് അവര് ഒരു യാത്ര പോയി, ഒരു നാടോടികളുടെ അറബിയിലെ ഒരു നാടോടികളുടെ സ്ഥലത്തെത്തിയപ്പം അവർക്ക് കുറച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ ഒരു സ്ഥലം കൊടുക്കുമെന്ന് വെച്ചപ്പം അവര് കൊടുക്കൂല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട അവരുടെ നേതാവിന് ഒരു തേള് കടിക്കുകയും വിഷം ആവുകയും ചെയ്തു. അപ്പൊ അവരെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. അങ്ങനെ ഈ സഹാബികളുടെ അടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരാള് ഫാത്തിഹ ഊതി അയാളുടെ മേല് ഊതിയപ്പം അയാള് സുഖം പ്രാപിച്ചു. അങ്ങനെ അതിന് പകരമായിട്ട് ഒരു കൂട്ടം ആടുകളെ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യത്തിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ഒരു ചികിത്സിക്കാം അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിഹ കൊണ്ട് ചികിത്സിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമുക്കറിയാം, ഫാത്തിഹയുടെ പേരുകൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് ഷിഫ ആണ്. അത് നമ്മൾ റെസൈറ്റ് ചെയ്യണം അല്ലെ. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, വേദനകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം ഒരു ഡോളോയോ എന്താണോ പെയിൻ കില്ലർ നമ്മളെ കയ്യിൽ ഉള്ളത് അതെടുക്കുക, കുടിക്കുക, കിടക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അതല്ലെങ്കിൽ ഞാൻ ഗുളികയൊന്നും കഴിക്കൂല എന്ന് വിചാരിച്ചിട്ട് ശരീരം കേടാക്കൂല എന്ന് വെച്ചൊരു ദിവസം മുഴുവൻ ഒരു പണി എടുക്കാതെ ഒന്നും ചെയ്യാതെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിച്ചു കഴിഞ്ഞാലും നമുക്കൊരു പക്ഷേ ഈ ഒരു ഓർമ്മ വരൂല, ഖുർആനിൽ ഷിഫ ഉണ്ടെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ചിലപ്പം കംപ്ലൈന്റ് ചെയ്യും അല്ലേ, അല്ലോ എനിക്ക് അവിടെ വേദന, എനിക്ക് ഇവിടെ വേദന, കഴിയെങ്കിൽ സ്റ്റാറ്റസ് ഇടും, മറ്റുള്ളവരോട് പറയും. പക്ഷെ ഒരു 10 മിനിറ്റ് മതി സൂറത്തുൽ ഫാത്തിഹ ഒരു 7 പ്രാവശ്യം ഓതിയിട്ട് ഊതിയിട്ട് നമ്മുടെ ശരീരത്തിൽ തടവാൻ. എല്ലാവരും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ചെയ്യാത്തവരുണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, മാഷാഅല്ലാഹ്, ചെയ്യുന്നവരുണ്ട് അറിയാം. ചെയ്യാത്തവരെടുത്ത് പ്രത്യേകം പറയാണ്. നമ്മൾ എന്തിനാ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത വരുന്നില്ല അല്ലെ. അപ്പം അതിങ്ങനെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം സൂറത്ത് ഫാത്തിഹ, മുഅവ്വിദാത്ത്, ഇനി ഖുർആൻ തന്നെയും
ഏത് ഭാഗവും സൂറത്തുൽ ബഖറയാവട്ടെ ഏത് ഭാഗവും ഖുർആൻ എടുത്ത് ഓതുന്നതിൽ ഷിഫ എന്തായാലും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണ്, ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, അത് തെറ്റാവൂല അല്ലെ. നമ്മൾ ഖുർആൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തിലും ഒരു സംശയവും ഇല്ല അല്ലെ. അപ്പൊ അത്രയും സംശയമില്ലാത്ത ഒരു മരുന്ന്, ഒരു പ്രിസ്ക്രിപ്ഷൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വറഹ്മ അല്ലേ. അപ്പൊ ഖുർആൻ ഷിഫ ആണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു റൈബും ഇല്ലാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ആ ഒരു സംശയം നമുക്ക് മാറാറില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അടുത്തത് അടുത്തൊരു കാര്യം, ഖുർആൻ ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം, ഓക്കെ, ബെസ്റ്റ് ആണ് ഖുർആൻ ഓതുന്നത് കൊണ്ട് നേടുന്നത്. സുബ്ഹാനല്ലാഹ്. അവന് എന്ത് നേട്ടം ഉണ്ടാക്കാമോ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആണ് ഖുർആൻ ഓതുന്നതിലൂടെ നേടുന്നത്. ഇത് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഉഖബ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വന്നിട്ട് സുഫയിലെ ആളുകൾ, അതായത് പള്ളിയുടെ ബാക്കിലൊക്കെ താമസിക്കുന്ന ഒരു ദരിദ്ര സമൂഹത്തിൽ പെട്ട കുറച്ച് സഹാബികൾ, അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുള്ള സഹാബികളാണ് സുഫയിലെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പം അവരെടുത്ത് ചെന്നിട്ട് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ബുഹ്സാൻ അല്ലെങ്കിൽ അഈഖ്, ഈ രണ്ട് മാർക്കറ്റുകളിൽ പോയിട്ട് അവിടുന്ന് രണ്ട് ഷീ ക്യാമൽ, അതായത് പെണ്ണൊട്ടകങ്ങൾ, അത് ഏറ്റവും ബെസ്റ്റ് ബ്രീഡിലുള്ള രണ്ട് പെണ്ണൊട്ടകങ്ങളെ കിട്ടാൻ ആഗ്രഹമുണ്ടോ? അതും എന്താ ഒരു തിന്മയും ചെയ്യാതെ, അതായത് നമുക്ക് വെറുതെ ഒന്ന് പോയി കഴിഞ്ഞാൽ കിട്ടൂലല്ലേ, അത് എന്തെങ്കിലും തെറ്റ് ചെയ്യണം, കളവ് ചെയ്യണം, പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കണം, ഇതൊന്നും ചെയ്യാണ്ട് ഈസി ആയിട്ട് രണ്ട് പെൺ ഒട്ടകങ്ങളെ, അതും ഏറ്റവും ബെസ്റ്റ് ബ്രീഡിൽ പെട്ട രണ്ട് പെൺ ഒട്ടകങ്ങളെ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് അങ്ങനെയുള്ള ഒട്ടകങ്ങളെയും കൊണ്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് നിങ്ങൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ. അപ്പോൾ നിശ്ചയമായിട്ടും അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, നിങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്തെങ്കിലും അറിവ് നാട്, അല്ലെങ്കിൽ രണ്ട് ആയത്ത് ഖുർആനിൽ നിന്ന് ഓത്. ആ രണ്ട് ആയത്ത് എന്ന് പറയുന്നത് ഈ രണ്ട് പെൺ ഒട്ടകങ്ങളെക്കാൾ, അതായത് ഏറ്റവും ഫൈൻ ബെസ്റ്റ് ബ്രീഡിലുള്ള രണ്ട് പെൺ ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് ബെറ്റർ ആണ് എന്ത്, ഈ രണ്ട് ആയത്തുകൾ. അതേപോലെ 3 പെണ്ണൊട്ടകങ്ങളെക്കാൾ ബെറ്റർ ആണ് 3 ആയത്തുകൾ. 4 പെണ്ണൊട്ടകങ്ങളെക്കാൾ ബെറ്റർ ആണ് 4 ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. അതുപോലെ എത്ര എണ്ണം നിങ്ങൾ ഓതുന്നോ അത്രയും ഒട്ടകങ്ങൾ. സുബ്ഹാനല്ലാഹ്. പെണ്ണൊട്ടകങ്ങൾ അല്ലെ, നമ്മൾ ചോദിക്കുന്നത് ഓ ഒട്ടകം അല്ലെ, ഇതിനിപ്പോ എന്താ അത്ര. സുബ്ഹാനല്ലാഹ്. ഒട്ടകം എന്ന് പറയുന്നത്, അന്നത്തെ ഒട്ടകം എന്ന് പറയുന്നത് ഇന്നത്തെ ബെസ്റ്റ് കാറാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒട്ടകങ്ങൾ അത്ര ചീപ്പായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഈവൻ ഇന്നത്തെ കാലത്തും ബെസ്റ്റ് ബ്രീഡ് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സിന്റെ വാല്യൂ ഉണ്ട്. ബെസ്റ്റ് ബ്രീഡ് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ വാല്യൂ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ തമാശ പറയല്ല, വെറുതെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒട്ടകങ്ങളുടെ വില. അതിലും ഏറ്റവും ബെസ്റ്റ് ബ്രീഡിൽ, അപ്പം സൗദിയിൽ UAE-യിലൊക്കെ അതിന്റെ ക്രേസ് ഉള്ള ആളുകളുണ്ട്. 4000 പൗണ്ട് ഡോളേഴ്സ് ഒക്കെ, അത്രയും വാല്യൂ ഉള്ള $4000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി ലക്ഷങ്ങളുടെ മേലേക്ക് പോകുന്ന പ്രൈസായി അത്. സുബ്ഹാനല്ലാഹ്. ഈവൻ ഒരു സൈറ്റ് ഉണ്ട് ഒട്ടകങ്ങളെ വിൽക്കുന്ന, ഓസ്ട്രേലിയൻ ഒരു സൈറ്റാണ് സമ്മർലാൻഡ് ക്യാമൽസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു സാധാരണ ഒട്ടകത്തിന്റെ വില എന്ന് പറയുന്നത് 1,68,000 മേലെയാണ്. വെറുതെ കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയൻ ഡോളറിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് വെറുതെ ഒരു മാളിലേക്ക് പോവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പൊ മാളാണല്ലോ അല്ലേ. അപ്പം മാർക്കറ്റ് പോകുന്നതിന് പകരം മാളിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും ഉണ്ടാക്കാണ്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട്, ഒരു കച്ചറയും ഇല്ലാണ്ട് ഒരു 2 കാറും കൊണ്ട് തിരിച്ചു വരിക. അതും ഏറ്റവും സൂപ്പർ ഫൈൻ കാറുകൾ, ബെൻസോ എന്താണ് ഫെറാറിയോ, അങ്ങനെ 2 കാറും കൊണ്ട് തിരിച്ചു വരാം. ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ വാല്യൂ എന്താണെന്ന്. അല്ലെങ്കിൽ 3 എണ്ണം, അല്ലെങ്കിൽ 4 എണ്ണം, അല്ലെങ്കിൽ 50 എണ്ണം. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ ബെസ്റ്റ് ആണ് ഈ ഖുർആൻ ആയത്തുകൾ എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും റിച്ചസ്റ്റ് പ്രോപ്പർട്ടീസ് ആ വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്.
മാത്രമല്ല ഇപ്പോഴത്തെ കാറുകൾ എന്ന് പറയുന്നത് ഇപ്പം ഈ കൊല്ലം നമ്മൾക്ക് കിട്ടുന്ന കാർ എന്ന് പറയുന്നത് 2024, ചിലപ്പോൾ 2030 ആകുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടോ, അതിനേക്കാൾ ബെസ്റ്റ് ആണ് വരെ അല്ലേ. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുന്നത് വഴി നമുക്ക് കിട്ടാൻ പോകുന്ന ഈ റിച്ച്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല അല്ലേ. അത് സ്ഥിരമായിട്ട് ശാശ്വതമായിട്ട് നമ്മളെ കാത്ത് അവിടെ നിൽക്കുന്ന പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്ര റിച്ച് ആവാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അല്ലേ, എന്തിനാ നമ്മളത് നഷ്ടപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ ഓത്തിന്റെ ഓരോരോ ഗുണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നതിനുള്ള പ്രതിഫലം. നമ്മൾ പല പല രീതിയിലുള്ള പ്രതിഫലങ്ങൾ ഖുർആൻ ഓതുന്നതിന്റെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് മൻ ഖറഅ മിഅത ആയത്തിൻ ഫീ ലൈല കുതിബ ലഹു ഖുനൂതു ലൈല. അതായത് ആരെങ്കിലും രാത്രിയിൽ 100 ആയത്തുകൾ പാരായണം ചെയ്താൽ രാത്രി മുഴുവൻ നമസ്കാരം അവന് വേണ്ടി എഴുതപ്പെട്ടു. ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഡിഫറൻസ് വാക്കുകൾ ഉള്ളത്. ഇത് തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇതിനകത്ത് ആരെങ്കിലും രാത്രി 100 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫല. 100 ആയത്തെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് 100 ആയത്തോ എന്ന് തോന്നിപ്പോയാലും അല്ലേ, സൂറത്ത് അമ്മ ജുസ് തുറന്നു കഴിഞ്ഞാൽ 100 ആയത്ത് തീർക്കാൻ ഒരു പ്രയാസവും ഇല്ല. അല്ലേ. അപ്പൊ ഒരു 100 ആയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നിന്നൊന്ന് ഓതുന്നതിന് എന്താ കുഴപ്പം. നമുക്ക് ആർക്കും ഫുൾ രാത്രി ഒരൊറ്റ ദിവസം പോലും ഒരൊറ്റ രാത്രി പോലും ഫുൾ നൈറ്റ് നിന്ന് നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല അല്ലേ. ഫുൾ നൈറ്റ് നിന്ന് നമസ്കരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ പറ്റിയിട്ടുണ്ടോ? പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റൂല. അപ്പം ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് എന്തിന്? 100 ആയത്ത് ഓതിക്കഴിഞ്ഞ. സുബ്ഹാനല്ലാഹ്. പറ്റൂലേ? അത് നമ്മളെ കൊണ്ട് പറ്റൂലേ? അതിന് ശരിക്കും അമ്മ ജ്യൂസ് പോലും വേണമെന്നില്ല അല്ലേ. സൂറത്ത് ബക്കറയിൽ തന്നെ 100 ആയത്താക്കാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം നമ്മൾ പലരും ഇവിടെ സൂറത്ത് ബക്കറയിലെ 100 ആയത്തുകളൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ്. അത് ലൈലത്തുൽ ഖദർ ആവണമെന്നില്ല, വെള്ളിയാഴ്ച രാത്രി ആവണമെന്നില്ല, വ്യാഴാഴ്ച രാത്രി ആണെന്നില്ല, ഏത് രാത്രിയിലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാ രാത്രിയിലും മുഴുവൻ നമസ്കരിച്ചവന്റെ പ്രതിഫലം കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലർ കാര്യമാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇനി അടുത്തത് ഖുർആൻ ഓതാന്ന് പറയുന്നത്, കൂടുതൽ ഓതാന്ന് പറയുന്നത് അസൂയക്ക് എന്താ പറയാ, അസൂയ ഉണ്ടാകാൻ മാത്രം വേർത്താണ്. സുബ്ഹാനല്ലാഹ്. അത് അസൂയ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഒരു മോശം ക്വാളിറ്റിയാണ് നമുക്കറിയാം അല്ലേ. എന്നാൽ അസൂയ അനുവദിച്ചിട്ടുള്ള, അസൂയ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം ആ കാര്യത്തില് അസൂയപ്പെട്ട് കഴിഞ്ഞാൽ പോലും പ്രതിഫലാണ്. സുബ്ഹാനല്ലാഹ്. അസൂയപ്പെട്ട പ്രതിഫലം അല്ലേ. ആരോട് അസൂയപ്പെട്ടാലാണ്? ഖുർആൻ ഓതുന്നവനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ്? ലാ ഹസദ ഇല്ലാ അലസ്നതൈൻ. 2 പേരുടെ മേലല്ലാതെ. ഓക്കെ, 2 പേരുടെ കാര്യത്തിൽ മാത്രം അസൂയ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അസൂയ ഈ 2 പേരുടെ മേലല്ലാണ്ട് അസൂയ അനുവദിച്ചിട്ടില്ല. അപ്പം ഈ 2 പേരുടെ കാര്യത്തിൽ അസൂയ അനുവദനീയവുമാണ് നല്ലതുമാണ്. ആർക്കൊക്കെയാണ്? റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖു മിൻഹു ആനാ അൽ-ലൈലി വആനാ അൻ-നഹാർ. അള്ളാഹു അർത്ഥം തിരിച്ചാണ് കൊടുത്തത് കേട്ടോ. അള്ളാഹു സമ്പത്ത് നൽകിയ ഒരു മനുഷ്യൻ, അങ്ങനെ അവൻ രാത്രിയിലും പകലും അത് ചെലവഴിക്കുന്നു. പിന്നെ വറജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആന ഫഹുവ യഖൂമു ബിഹി ആനാ അൽ-ലൈലി വആനാ അൻ-നഹാർ. അള്ളാഹു ഖുർആനെ കുറിച്ച് അറിവ് നൽകിയ ഒരു മനുഷ്യൻ, അതിനാൽ അവൻ രാത്രിയിലും പകലിലും അത് പാരായണം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയോടുള്ള അസൂയ സുബ്ഹാനല്ലാഹ് ജസ്റ്റിസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഹൈറായിട്ടുള്ള അസൂയാണെന്നാ പറയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അങ്ങനെ ഓതിയാൽ നമ്മളോട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടായാലും നല്ലത് തന്നെ, നമുക്ക് വേറെ ആരെങ്കിലും ഓതുന്നവരോട് അസൂയ ഉണ്ടായാലും അതും നല്ലത് തന്നെ. മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഓതാതിരിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ നഷ്ടക്കാരാണെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഖുർആൻ ഓതുന്നത് നമുക്ക് സംരക്ഷണത്തിനുള്ള ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ഖബറിലുള്ള അല്ലെ. നമ്മൾ ഉറങ്ങുമ്പം നമ്മളെ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു എട്ടുകാലിയോ എന്തെങ്കിലും വന്ന് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തടയാൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉറക്കത്തിലായിരിക്കും, നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അതിന്റെ വിഷം കയറി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ഇനി അഥവാ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തട്ടി നീക്കാൻ പറ്റും അല്ലെ, നമ്മളുടെ ഉറക്കത്തിലാണെങ്കിൽ. പക്ഷെ നമ്മളുടെ ഖബറിലാണെങ്കിൽ
നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ കയ്യോ കാലോ അനക്കാൻ പറ്റുമോ? നമുക്ക് നിലവിളിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിളിച്ചു വരുത്താൻ പറ്റുമോ? എന്നെ പാമ്പ് കടിക്കുന്നു, അല്ലെങ്കിൽ എന്നെ എട്ടുകാലി കടിക്കുന്നു, അല്ലെങ്കിൽ തേള് കടിക്കുന്നു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് ശാരീരികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണം. അത് നമുക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ ഓതുന്ന ആ വ്യക്തി, അവൻ എന്താണ്, ഖബറിലെ ശിക്ഷയിൽ സംരക്ഷണം ഉണ്ടാവന്. സുബ്ഹാനല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അൽബാനി സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് പറയുന്നത്, യുക്തർ റജുലു ഫി ഖബ്രിഹി ഫഇദാ ഊതിയ മിൻ ഖിബലി റഅസിഹി, അതായത് ഒരു വ്യക്തി അവന്റെ ഖബറിലായിരിക്കും. എന്നിട്ട് അവന്റെ ശിക്ഷ അവന്റെ തലഭാഗത്തിൽ നിന്ന് വരുമ്പോൾ, ഫഇദാ ഊതിയ മിൻ ഖിബലി റഅസിഹി, അവന്റെ തലയുടെ ഭാഗത്ത് നിന്ന് വരുമ്പം ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അതിനെ അവന്റെ ഖുർആന്റെ തിലാവ അതിനെ തള്ളി നീക്കും. ആ ശിക്ഷയെ അവൻ ചെയ്ത തിലാവത്തിൽ ഖുർആൻ അതിനെ തള്ളി നീക്കും, അതിനെ മാറ്റും. സുബ്ഹാനല്ലാഹ്. വഇദാ ഊതിയ മിൻ ഖിബലി യദൈഹി, അവന്റെ മുന്നിൽ നിന്ന്, ഓക്കെ, അവന്റെ രണ്ട് കൈകളുടെ ഇടയിൽ നിന്നുള്ള രീതിയിലാണ് മുന്നിൽ നിന്ന് വരുമ്പോൾ, ഓക്കെ, അവന്റെ മേലെ നിന്ന് അവന്റെ മുന്നിൽ നിന്ന് ശിക്ഷ വരുമ്പോൾ, ദഫഅത്ഹു സ്വദഖ, അവന്റെ സ്വദഖ അതിനെ തള്ളി നീക്കും. സുബ്ഹാനല്ലാഹ്. വഇദാ ഊതിയ മിൻ ഖബ്ലി റിജ്ലൈഹി ദഫഅഹു മഷൈഹു ഇലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് നടന്നു പോയത്, അതായത് അവന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പം അവൻ പള്ളിയിലേക്ക് നടന്നു പോയ ആ ഒരു പ്രവൃത്തി ആ ശിക്ഷയെ തള്ളി നീക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവന്റെ തലയുടെ ഭാഗത്ത് നിന്ന് വരുമ്പം ആ ശിക്ഷയെ തടയാൻ വേണ്ടിയിട്ട് എന്താണ്, അവന്റെ ഖുർആൻ, അല്ലേ, ഖുർആൻ ഖിറാഅത്താണ് അവനെ രക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ട ആ ഒരു സംരക്ഷണം, അല്ലേ, ഖബറിലെ സംരക്ഷണം നമുക്ക് നിർബന്ധമായിട്ട് വേണം. നമുക്ക് ഒരു ഉറപ്പുമില്ല. സുബ്ഹാനല്ലാഹ്. ഖബറിൽ സേഫ് ആയിരിക്കും, നമുക്ക് ഒരു ഉറപ്പുമില്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വസല്ലമയെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ഇബാദത്ത് ചെയ്ത് ആ സമയത്ത് മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഖബറിലെ സൈഡിൽ കൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് നമുക്കൊക്കെ പരിചിതം, അല്ലെ? ഇയാള് ശിക്ഷിക്കപ്പെടുകയാണ് ഇപ്പോൾ. എന്തിനു വേണ്ടിയിട്ട്? അയാള് മൂത്രം ഒഴിച്ചപ്പം അതിന്റെ തുള്ളി അയാളുടെ മേലെ തെറിച്ചത് അയാൾ ശ്രദ്ധിച്ചില്ല. സുബ്ഹാനല്ലാഹ്. അയാളുടെ ത്വഹാറ, അയാളുടെ ശുദ്ധി അയാള് ശ്രദ്ധിച്ചില്ല. അതിന്റെ പേരിൽ അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഒരാളുടെ കാര്യം പറഞ്ഞത്. നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് നമ്മളെ ഖബറിൽ സേഫ് ആയിരിക്കുന്ന? അവിടെ നമുക്ക് കയ്യും കാലും ഒന്നും വെച്ച് ഒന്നിനെയും തടയാൻ പറ്റില്ല. ഒച്ച ഉണ്ടാക്കിയിട്ട് ആരെയും വിളിച്ചിട്ട് നമുക്ക് തടയാൻ പറ്റൂല, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേ മതിയാവും. എന്താ വഴി? ഖുർആൻ ഓതുക എന്നുള്ളത് ഒരു വഴി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഖബറിലുള്ള ശിക്ഷയെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും ഒക്കെ റബ്ബേ വല്ലാത്ത പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ തൊട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെക്കുക തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഖുർആനിന്റെ ഷഫാഅത്ത്, അല്ലെ? ഖുർആൻ നമുക്ക് വേണ്ടി യൗമുൽ ഖിയാമയിൽ ഷഫാഅത്ത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ വന്ന ഹദീസാണ്, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾ ഖുർആൻ ഓതുക, കാരണം ഉയർത്തെഴുന്നേൽപ്പ് നാളില് യൗമുൽ ഖിയാമയിൽ അതിന്റെ സ്വഹാബാക്കൾക്ക് വേണ്ടി, അതിന്റെ കൂട്ടാളികൾക്ക് വേണ്ടി എന്തായിട്ട് വരും? ഷഫീആയിട്ട് വരും, ഷഫാഅത്തായിട്ട് വരും. സുബ്ഹാനല്ലാഹ്. ആരാണ് ഖുർആന്റെ അസ്ഹാബുമാര്? ഖുർആന്റെ കൂട്ടാളികൾ ആരാണ്? ഖുർആൻ ഓതുന്നവര്, ഖുർആനെ എപ്പോഴും ചേർത്ത് നിർത്തുന്നവര്, അല്ലെ? ആരാ എപ്പോഴും ഖുർആനെ സ്വന്തം കയ്യിൽ അല്ലെങ്കിൽ തന്റെ കൂടെ ചേർത്ത് നിർത്തുക? അതെപ്പോഴും ഓതാൻ വേണ്ടിയും അതറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയും ശ്രമിക്കുന്നവർ, അവരാണ് ഖുർആന്റെ അസ്ഹാബുകൾ, അല്ലെ? ഖുർആൻ അവരുടെ കൂടെ രാവിലെയും പകലും, അല്ലെ, രാത്രിയും ഒക്കെ ഉണ്ടാവും. എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരുടെ കൂടെ ഖുർആൻ ഉണ്ടാവും. ഖുർആന്റെ കൂടെ ആയിരിക്കും അവര്. കാരണം അവരെ എന്നാലേ അവർക്ക് ഷഫാഅത്ത് കിട്ടുള്ളൂ യൗമുൽ ഖിയാമയിൽ, അല്ലെ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വേറൊരു ഹദീസ് നമുക്കറിയാം. ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് എന്താണ്? നിങ്ങൾക്ക് യൗമുൽ ഖിയാമത്തിൽ നിങ്ങൾക്ക് എന്താണ്? ശുപാർശ നൽകും. ഏതാണ്?
തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്ത് മുൽക്ക് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്ത് മുൽക്ക് ഓതി കിടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ് അല്ലെ. അപ്പം ഈ ഒരു സൂറത്ത് ആ ഒരു വ്യക്തി പുറത്ത് കൊടുക്കുന്നത് വരെ നമുക്ക് ഷഫാത്ത് നൽകുന്ന പറയുന്നത്. ശരിക്കും സുബ്ഹാനല്ലാഹ്, നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പോലെ സൂറത്ത് ഷഫാത്ത് നൽകാനോ എന്നൊക്കെ ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ഖുർആൻ ഇതുപോലെ പഠിക്കുന്നതിന് മുമ്പ് വരെ ഖുർആൻ ഒരു മുഅ്ജിസത്താന്ന് പറയുമ്പോൾ ആ ഒരു മുഅ്ജിസത്താ, അതൊരു അക്കാഡമിക് വേർഡിങ് അല്ലെങ്കിൽ ഒരു പഠിച്ചു വെച്ച ഒരു കാര്യം എന്നുള്ളതിന്റെ അപ്പുറം നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്ക് ആ മുഅ്ജിസത്ത് ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും ഓരോ ഹർക്കത്തിലും നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഇതേപോലെ നമുക്ക് ഖുർആൻ ഷഫാത്ത് നടത്തുന്നത് നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ അറിവിന്റെ പരിമിതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഈമാന്റെ പരിമിതിയിൽ ഒരു പക്ഷെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഖുർആൻ ഷഫാത്തിന് വേണ്ടിയിട്ട് വരിക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, പക്ഷേ ഇപ്പം ഖുർആൻ നമുക്ക് മുഅ്ജിസത്തായി തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സൂറത്ത് മുൽക്കിന് ഷഫാത്ത് നടത്താൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് അല്ലേ നമ്മൾ വിശ്വസിക്കുക. അത് ആ ഒരു ധൈര്യത്തിൽ ആ ഒരു ഉറച്ച യഖീനോടുകൂടി സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുക. സൂറത്ത് മുൽക്ക് എന്നല്ല, ഏത് സൂറത്തുകളും സുബ്ഹാനല്ലാഹ്, ഖുർആൻ തന്നെ എന്താണ് നമുക്ക് ഷഫാത്താണ്. നമുക്ക് അവിടെ നിന്ന് ഷഫാത്ത് കിട്ടാന്ന് വെച്ചാൽ, റെക്കമെൻഡേഷൻ കിട്ടാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ. നമ്മളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം ഷഫാത്തിന് വേണ്ടിയിട്ട് ഈ ഓരോ കാര്യങ്ങളും നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഖുർആൻ സ്വർഗത്തിലേക്കുള്ള ഒരു ഗൈഡാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് തള്ളിവിടാൻ മാത്രം പ്രാപ്തിയുള്ള ശക്തിയുള്ള ഒരു ഗൈഡാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസ്, അൽ ഖുർആനു മുശഫഉൻ വമാഹില്ലും മുസദ്ദിഖുൻ. ഖുർആൻ ഒരു മധ്യസ്ഥനും സത്യസന്ധനുമായ അഭിഭാഷകനുമാണ്. മൻ ജഅലഹു ഇമാമഹു ഖാദഹു ഇലൽ ജന്നതി വമൻ ജഅലഹു ഖൽഫ ളഹ്രിഹി സാഖഹു ഇലന്നാർ. അത് തന്റെ മുമ്പിൽ വെച്ചാൽ അത് അവനെ സ്വർഗത്തിലേക്ക് നയിക്കും. ആരെങ്കിലും അത് തന്റെ പുറകിൽ എറിയുന്ന പക്ഷം അത് അവനെ നരകത്തിലേക്ക് തള്ളിവിടും. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ എന്താണ്? മധ്യസ്ഥനാണ് അല്ലെ, മുഷഫാണ്, ഷഫാത്ത് ചെയ്യും. സുബ്ഹാനല്ലാഹ്, സത്യസന്ധനായ ഒരു അഡ്വക്കേറ്റ് ആണ്. മഹില്ലുൻ മുസദ്ദിഖുൻ, അഡ്വക്കേറ്റ് ആണ് അല്ലെ. ഒരു സത്യസന്ധനായ അഡ്വക്കേറ്റ് വാദിക്കും. ആർക്ക് വേണ്ടിയിട്ട്? അതിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട്. മൻ ജഅലഹു ഇമാമഹു ഖാദഹു ഇലൽ ജന്ന. ആര് എന്താണ് ഖുർആനിലെ അല്ലെ തന്റെ മുന്നിൽ വെക്കുന്നുവോ അവനെ ഖുർആൻ സ്വർഗത്തിലേക്ക് നയിക്കും. ആരാണ് ഖുർആന് മുമ്പിൽ വെക്കുക? ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടുള്ളവർ അല്ലേ. ഖുർആൻ നോക്കണം, ഖുർആനെ വായിക്കണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രമാണ് ഖുർആനെ മുമ്പിൽ വെക്കുള്ളൂ അല്ലേ. അല്ലാത്തവരൊക്കെ ഖുർആൻ ഓതാൻ ഉദ്ദേശമില്ലാത്തവര്, അങ്ങനെ ഒരു താല്പര്യമേ ഇല്ലാത്തവര് അതിനെ പുറകിൽ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അല്ലെ, പുറകിലേക്ക് വലിച്ചെറിയുന്നവരുടെ കാര്യം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള ആളുകളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരെയും, നമ്മളെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ വരുന്ന തലമുറകളെയും, നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ മുന്നിൽ വെക്കുന്ന ആളുകളെ ഖുർആൻ എങ്ങോട്ടാ കൊണ്ടുപോവാ? ഖുർആൻ സ്വർഗത്തിലേക്ക് നയിക്കും. എന്നാൽ ഖുർആൻ പുറകിലോട്ട് വലിച്ചെറിയുന്നവരെ അത് നരകത്തിലോട്ട് നയിക്കും. അതിനെ ഇഗ്നോർ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഖുർആൻ സ്വർഗത്തിലെ ദറജകൾ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. നമ്മൾ അല്ലേ, നമുക്ക് പലപ്പോഴും ഞാൻ കുറേ ഓതിയിട്ടുണ്ട്, ഞാൻ ഇഷ്ടം പോലെ ഒരു ദിവസം ഞാൻ ഇത്രയൊക്കെ ഓതാറുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. എനിക്ക് ഇത്രയൊക്കെ ഓതിയാൽ മതി അല്ലെ, ഇത്രയും ഓതണം. പക്ഷേ നമ്മൾ നിർത്തണ്ട, നമ്മൾ ഒരു ലിമിറ്റ് വെക്കണ്ട ഒന്നും. അതായത് ദീനിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് തൃപ്തി വരരുത്. ദീനിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ മാഷാ അല്ലാഹ് അതിൽ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള തൃപ്തി നമുക്ക് വരാൻ പാടില്ല. കാരണം അത് പോരാ, ഇത് പോരാ, ഇത് പോരാ. ഞാൻ ഏതൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി പോരാ, അത് ഇനിയും നന്നാക്കണം, ഇനിയും നന്നാക്കണം എന്നുള്ള ഫീലിംഗ് നമുക്ക് വരണം. അതേപോലെ ഖുർആൻ നമുക്ക് എത്ര ഓതി കഴിഞ്ഞാലും ഞാൻ നല്ലോണം ഓതലുണ്ട് എന്ന് തോന്നാനുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിനെ കൂട്ടൂല, ക്വാണ്ടിറ്റിയും കൂട്ടൂല, ക്വാളിറ്റിയും കൂട്ടൂല. ഓക്കെ, അപ്പൊ ഞാൻ കറക്റ്റ് ആണ്, ഞാൻ ബെസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. എന്ത് കാര്യം അങ്ങനെയാണ്.
എന്തിനും വീണ്ടും 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 ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, എന്തൊരു കാര്യത്തിനും. കാരണം എല്ലാത്തിന്റെയും പീക്ക് എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലെ. പെർഫെക്ഷന്റെ പീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, എൽമിന്റെ പീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിലേക്ക് എത്താൻ നമുക്ക് ആർക്കും പറ്റൂല. അപ്പൊ നമുക്ക് എപ്പോഴും അടുത്ത ലെവൽ ഉണ്ട്, എന്ത് കാര്യത്തിനും അടുത്ത ലെവൽ ഉണ്ട്. അതേപോലെ ഖുർആൻ തിലാവക്കും ഖുർആൻ ഓത്തിനും അടുത്തൊരു ലെവലുണ്ട്, ഖുർആൻ മനസ്സിലാക്കലിനും അടുത്തൊരു ലെവലുണ്ട്, ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അടുത്തൊരു ലെവലുണ്ട്. അപ്പം ഡോണ്ട് ബി സാറ്റിസ്ഫൈഡ്, വീണ്ടും 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 ട്രൈ ചെയ്യുക. അതുപോലെ ഖുർആൻ വീണ്ടും വീണ്ടും കൂടുതൽ 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 ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഓരോരുത്തരുടെയും കപ്പാസിറ്റി, ഓരോരുത്തരുടെയും ഓരോ സമയത്തെ കപ്പാസിറ്റി വേറെയാണ്. എൻ്റെ ഇന്നത്തെ കപ്പാസിറ്റി ആവില്ല നാളെ, കാരണം ഞാൻ ഓതി 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 അത് ചിലപ്പോൾ കൂട്ടിക്കൊണ്ടിട്ടുണ്ടാവും. ഇനി ഓതാതെ ഓതാതെ അത് കുറഞ്ഞു പോയിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഓരോ വ്യക്തിയുടെ, എൻ്റെ കപ്പാസിറ്റി ആയിരിക്കില്ല വേറൊരു വ്യക്തിയുടെ കപ്പാസിറ്റി. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ആ കാര്യം മനസ്സിൽ വെക്കുക. വേറെ ആര് നമുക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹൈറ്റിൽ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും അവർ ഓതുന്നു അല്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ, ഓ അതൊക്കെ ഇപ്പൊ നടക്കുമെന്ന് വിചാരിക്കുന്നതിനേക്കാളും അതും ചെയ്യാം, എനിക്ക് അതിനെയും ക്രോസ് ചെയ്യണം എന്നുള്ള ടാർജറ്റ് മനസ്സിൽ വെക്കുക. അവരാ പറഞ്ഞതിനെ എനിക്ക് ക്രോസ് ചെയ്യണം, അവരെക്കാൾ എനിക്ക് എക്സൽ ചെയ്യണം. അത് പറ്റൂല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഈ പറ്റുന്നതിൽ നിന്ന് പോകും. എന്ത് കാര്യം, ദീനിന്റെ എന്ത് കാര്യത്തിലും ഇനിയും മേലോട്ട് എന്നുള്ള അത്യാഗ്രഹം ഉണ്ടായിക്കോട്ടെ. ദുന്യാവിന്റെ ഉള്ള കാര്യത്തിൽ ആവശ്യത്തിന് മതി, കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടെ ആഗ്രഹിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ പിന്നാലെ നമ്മളെ സമയം നഷ്ടപ്പെടും അല്ലെ. അപ്പം ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തി വരരുത്. അപ്പം ഖുർആൻ ഓതുന്ന കാര്യത്തിൽ ഒരു ലിമിറ്റ് നമ്മൾ വെക്കണ്ട, നമ്മൾ ആരും തന്നെ. അപ്പം അതെന്തിനുള്ള വഴിയാണ്? സ്വർഗത്തിലെ ദർജകള്, ഹൈറ്റ്സ് കൂടാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ വർത്തഖിബ് വറത്തിൽ, ഇഖ്റ വർത്തഖ്. ഖുർആന്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ ലോകത്ത് എന്താണ് വർത്തഖി വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലതിക് ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉ ബിഹ. ഖുർആന്റെ കൂട്ടുകാരോട് പറയും, നിങ്ങൾ ലോകത്ത് പാരായണം ചെയ്തതുപോലെ പാരായണം ചെയ്യുക, ഉയരുക. ഓക്കെ, ഓതി ഓതി നിങ്ങളോട് ഉയരുക. തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ച അവസാന വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഓതുക, ഉയരുക, ഓതുക, വീണ്ടും മേലോട്ട് പോവുക, വീണ്ടും ഓതുക, വീണ്ടും മേലോട്ട് പോവുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എങ്ങനെ ഈ ലോകത്ത് നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങളുടെ ഓത്ത് മധുരതരമാക്കിയിരുന്നു, മാധുര്യം കൂട്ടിയിരുന്നു, അതുപോലെ നിങ്ങൾ ഇവിടെ നിന്നും ഓതുക. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ പരലോകത്ത് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി 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 മേലോട്ട് പൊയ്ക്കോളാൻ പറയും, മേലെ മേലെ മേലെയുള്ള ദർജകളിലേക്ക് പൊയ്ക്കോളാൻ പറയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ലോകത്ത് അതിന് അതേപോലെ ഓതുകയും അതേപോലെ മാധുര്യം കൂട്ടി 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 ഓതാൻ, കൂടുതൽ ബെറ്ററാക്കി ഓതാൻ, കൂടുതൽ ബെറ്ററാക്കി മനസ്സിലാക്കാൻ, കൂടുതൽ ബെറ്ററാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് പരലോകത്ത് നമുക്ക് അതിന് അവസരം കിട്ടുള്ളൂ അല്ലെ. ഇവിടെ നമ്മൾ തീരെ ഓതാണ്ട് അവിടെ ചെന്ന് അങ്ങ് ബ്യൂട്ടിഫുൾ ആക്കി ഓതാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്തമായിരിക്കും. എത്രത്തോളം നമ്മൾ ഇവിടെ അതിനു വേണ്ടി ശ്രമിക്കുന്നു അത്രത്തോളം അവിടെ അത് ഈസി ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓതുക, ഹിഫ്ള് ചെയ്യുക. ഹിഫ്ള് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓതുന്ന ആളുകളായി മാറില്ലേ, കാരണം റിവിഷൻ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കൂടുതൽ കൂടുതൽ ഓതുക, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുക. നമുക്കിപ്പോ വേറെ പല ഹാബിറ്റുകളും ഉണ്ട്, അതിനൊക്കെ മെല്ലെ 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 തുടച്ച് 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 നീക്കി അവിടെയൊക്കെ ഖുർആൻ ഓത്തിനെ കൊണ്ടുവരിക. കൂടുതൽ ഓതാൻ ശ്രമിക്കുക. എത്രത്തോളം ഓതുന്നോ അത്രത്തോളം ഉയരത്തിലായിരിക്കും ആ വ്യക്തിയുടെ സ്വർഗത്തിലുള്ള സ്ഥാനം. സുബ്ഹാനല്ലാഹ്. അപ്പം ഓതാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അല്ലെ. സംരക്ഷണം നഷ്ടപ്പെടും, സേഫ്റ്റി നഷ്ടപ്പെടും, ഇഹലോകത്ത് സമാധാനം സന്തോഷം നഷ്ടപ്പെടും, ഖബറിലെ സേഫ്റ്റി നഷ്ടപ്പെടും, യൗമുൽ ഖിയാമത്തിലുള്ള സേഫ്റ്റി നഷ്ടപ്പെടും. സ്വർഗത്തിന്റെ കാര്യം ചിന്തിക്കണ്ട, ഇനി സ്വർഗത്തില് സ്ഥാനം കൂടുന്ന കാര്യവും ചിന്തിക്കണ്ട. അവൻ ഒറ്റപ്പെട്ടു പോകും അല്ലെ. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ അവന് സഹായം ഉണ്ടാവില്ല, നഷ്ടക്കാരിൽപ്പെട്ടു പോകും. ഖുർആനുമായിട്ട് നമ്മളെ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവും. നമുക്ക് ഈ ലോകത്ത് ആരൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലെ തോന്നും. ഖുർആൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരും ഇല്ലെങ്കിലും, ആരും നമുക്കില്ലെങ്കിലും നമുക്ക് എല്ലാം ഉള്ള പോലെ തോന്നും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. നമുക്ക് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചുറ്റുപാട് ഉണ്ടാവുകയും ആൾക്കാരോട് വർത്താനം പറയുകയും ആൾക്കാരോട് ഷെയർ ചെയ്യുകയും വേണമെന്നുള്ള തോന്നലേ നമുക്കങ്ങ് ഇല്ലാണ്ടാവും. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമുക്കുണ്ട് അല്ലെ, ഖുർആനുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനിലും നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഡിപ്രഷൻ, അല്ലോ അതില്ലല്ലോ ഇതില്ലല്ലോ അവരില്ലല്ലോ ഇവരില്ലല്ലോ പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല.
എന്നാൽ ഖുർആനുമായി നമ്മൾ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഫുൾ ഡിപ്രഷനായിരിക്കും, വിഷമങ്ങളായിരിക്കും, സമാധാനക്കേടായിരിക്കും. ഖബറിൽ നമ്മൾ ആകെ കൂടെ സംരക്ഷണമില്ലാതെ അല്ലെ, ഏത് ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടാൻ വേണ്ടി തുറന്നു വെച്ച പോലെ ആവും. യൗമുൽ ഖിയാമയില് നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമുക്കൊരു സംരക്ഷണം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കിതാബിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെയാണ് ആ കിതാബ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനു വേണ്ടി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വിട്ടുപോലെ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തോ തലയുടെ പുറത്ത് കൂടെ പോണത് പോലെ തോന്നും, ഒരു അത്ഭുതമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു അല്ലേ, ഖുർആൻ മുഅ്ജിസത്താണെന്ന് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ നമ്മളിപ്പം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നമ്മൾ അത് വിശ്വസിച്ചത് കൊണ്ടായിരിക്കാം. അതുപോലെ ഇതൊക്കെ വിശ്വസിക്കുക, യഖീനോട് കൂടി. ഖുർആന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഖുർആൻ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് യഖീനോട് കൂടി എടുക്കുക. നമ്മൾ ഖബറിൽ സംരക്ഷിക്കും ഖുർആൻ എന്നുള്ളത് യഖീനോട് കൂടി എടുത്തിട്ട് അതിനു വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാം. ഖുർആന് വേണ്ടി സമയം ചെലവഴിച്ച ഖുർആൻ യൗമുൽ ഖിയാമയിൽ എന്നെ വെടിയൂല എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പം ആ ഒരു യഖീനോട് കൂടി ഖുർആൻ ഓതുക. ഖുർആന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഖുർആൻ നമുക്കും ഇമ്പോർട്ടൻസ് തരും എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഒറ്റക്കായി പോവരുത്. ഖബറിലും യൗമുൽ ഖിയാമയിലും അല്ലെ, ഒരു പിതാവും മകനും ഒക്കെ നമ്മളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ദിവസം, ഉമ്മയും മകളും ഭർത്താവും ഭാര്യയും പരസ്പരം നോക്കാതെ ഓടുന്ന ദിവസം, സുബ്ഹാനല്ലാഹ്, ആരും നമുക്കന്ന് സഹായത്തിന് ഉണ്ടാവില്ല അല്ലെ. നമ്മൾ കണ്ടിരുന്നു വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, അന്ന് ആരും സഹായത്തിന് ഉണ്ടാവില്ല അല്ലെ. വലാഹും യുൻസറൂൻ, കുറേ പ്രാവശ്യം നമ്മൾ കണ്ടു വലാഹും യുൻസറൂൻ, ആരും നമുക്ക് സഹായത്തിന് ഉണ്ടാവില്ല, എല്ലാവരും ഒറ്റയ്ക്കായിരിക്കും. അന്ന് നമുക്ക് ആരെങ്കിലും കൂട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഖുർആനെ കൂട്ടുകാരനാക്കുക. ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലേ, ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് നഷ്ടങ്ങളാണ് അല്ലെ. സ്വർഗത്തിലെ ഉയർന്ന ദർജകൾ നഷ്ടമാണ്, സമാധാനം നഷ്ടമാണ്, അല്ലാത്ത പണിഷ്മെന്റ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെ, ഖബറിലാണെങ്കിലും നരകത്തിലും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കംപ്ലൈന്റ് ചെയ്യല്ല, ഖുർആൻ എന്താണ്, ഖുർആൻ ഒഴിവാക്കിയ ആളുകൾക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അവർ ഖുർആനെ തൊട്ടിട്ടില്ല റബ്ബേ, അവർ ഖുർആൻ ഓതിയിട്ടില്ല റബ്ബേ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല റബ്ബേ, അവര് അവരുടെ നമസ്കാരങ്ങളിൽ ഖുർആൻ പാരായണങ്ങൾ നടത്തിയിട്ടില്ല റബ്ബേ, അവർ ഖുർആൻ വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല റബ്ബേ, അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടും അവരെ മുമ്പിലേക്ക് ഖുർആൻ എത്തിയിട്ടും അവർ അതിനെ തിരിഞ്ഞു നോക്കിയില്ല റബ്ബേ. നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരുപക്ഷെ നമ്മൾ സ്കൂളിലും കോളേജിലൊന്നും പോയി പഠിക്കാത്തവരാണെങ്കിൽ പോലും വീട്ടിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അല്ലെ. അതിനുവേണ്ടി നമ്മൾ പല ഇൽമുകളും തേടി പലരിടത്തും ചെല്ലുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഓതാൻ പറ്റുന്നില്ല, ഓതാൻ പഠിക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ഇന്നുള്ള പല പണ്ഡിതന്മാരും പല കണ്ടംപററി സ്കോളേഴ്സ് നമുക്കറിയാം റിവേർട്ടായി വന്നവരുണ്ട് അല്ലെ. മറ്റു മതങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത്, അതായത് അവരുടെ ജീവിതത്തിന്റെ ഒരു പക്ഷേ 20ഓ 25ഓ 30ഓ വയസ്സ് വരെ അവർ ഖുർആൻ എന്നുള്ള ഒരു ഗ്രന്ഥം എക്സിസ്റ്റ് ചെയ്തത് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുത്തതിന് ശേഷം പഠിച്ച് ഓതി ബൈഹാർട്ടാക്കി അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രം എക്സ്പേർട്ടായ ആളുകൾ സുബ്ഹാനല്ലാഹ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അവർക്ക് ഖുർആൻ അങ്ങനെ പഠിക്കാമെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ, ജനിച്ച കാലം മുതലേ ഖുർആൻ കാണുന്ന നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത്രയും അവസരങ്ങൾ പഠിക്കാനും ഓതാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് കിട്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ ഓരോരുത്തരോടും നമ്മളോട് ചോദിക്കും. ഓരോരുത്തർക്കും പല പല കംപ്ലയിൻസ് ഉണ്ട് അല്ലേ. എനിക്ക് ഓതാൻ പറ്റുന്നില്ല, ശരിയാവുന്നില്ല, എനിക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ചത് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അർത്ഥം പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തഫ്സീർ പഠിക്കാൻ പറ്റുന്നില്ല, എക്സാം എഴുതാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തദബ്ബുർ ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല അല്ലെ. ഒരുപാട് കംപ്ലയിൻസ്, ഓരോരുത്തർക്കും വെറൈറ്റീസ് ഓഫ് കംപ്ലയിൻസ് ആണ്, ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെ. അപ്പം അവർക്കത് പറ്റുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ 20ഉം 30ഉം വർഷം ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം ഉണ്ടെന്ന് പോലും അറിയാതിരുന്ന ആൾക്കാർക്ക് പോലും ഇത്ര ഭംഗിയായിട്ട് അതിനെ പഠിക്കാനും പഠിപ്പിക്കാനും ബൈഹാർട്ട് ചെയ്യാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മാതൃകയാവാനും പറ്റുന്നുണ്ടെങ്കിൽ ശ്രമിച്ചതുകൊണ്ടാ അല്ലെ. വെറുതെ ഇരുന്നിട്ടൊന്നും നടന്നതൊന്നുമല്ല.
പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എന്തോ ഒരു അത്ഭുതം നടന്ന് അവരുടെ തലയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ഇൻജെക്ട് ചെയ്ത് കൊടുത്തതൊന്നുമല്ല. അവര് എഫേർട്ട് ഇട്ടവരാണ്. അവര് വായിച്ച്, ഓതി, പഠിച്ച്, തിരുത്തി, പഠിച്ച്, റിവൈസ് ചെയ്ത്, മനസ്സിലാക്കി, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ ഫെയിൽ ആകുമ്പോൾ വീണ്ടും ശ്രമിച്ച്, വീണ്ടും ശ്രമിച്ച്, തൗബ ചെയ്ത് മടങ്ങി, വീണ്ടും ശ്രമിച്ച്, സമയവും എഫേർട്ടും ഒക്കെ കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയത്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനാണ് ഇഷ്ടമല്ലേ? അതാണ് നമുക്കൊരു പ്രത്യേക ഹരം തരുന്ന സാധനം. എനിക്കത് പറ്റൂല, എൻ്റെ ഓർമ്മ അങ്ങനെ, എൻ്റെ അത് ഇങ്ങനെ, മറ്റേത് അങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് എളുപ്പമാണെന്ന് പറഞ്ഞു വെച്ച കാര്യമാണത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഈ പറയുന്നത് വെറും എസ്കേപ്പിസ് ആണ്, വെറും മടിയാണ്, ഉഴപ്പാണ്, അലസതയാണ്, ഇബ്ലീസിന്റെ സൃഷ്ടിയാണ്. എന്തെങ്കിലും നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എഫേർട്ട് ഇടാൻ മടിയാണ്, എനിക്ക് ഒരുപാട് കാലം ശ്രമിക്കാൻ പറ്റില്ല, ലേശം ശ്രമിച്ച് പറ്റൂല എന്ന് പറയുമ്പോഴേക്കും ഞാൻ അങ്ങ് വിധി എഴുതാണ്, എന്നെ കൊണ്ട് പറ്റൂല. നമുക്ക് മറന്നു പോവാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള കാര്യം അല്ലേ? അള്ളാന്റെ കഴിവാണ്, അള്ളാന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. അള്ളാഹ് സഹായിച്ചാൽ പറ്റും എന്നുള്ളത് നമുക്ക് മറന്നുപോവാണ്. നമുക്ക് വേഗം എന്താ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, എനിക്ക് ഇത്ര മതി, അതാണ് മെയിൻ അല്ലേ? എനിക്ക് ഇത്ര മതി, ഒരുപാടൊന്നും അങ്ങോട്ട് ഉണ്ടാക്കണ്ട. എന്നാ അതേ ആ പറയുന്ന നമ്മൾ തന്നെ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഏതറ്റം വരെയും അല്ലെ, എത്ര രാത്രികൾ വേണമെങ്കിലും ഉറക്കൊഴിയും, നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിൽക്കും. ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാഴ്ച കണ്ടിന്യൂസ് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്യും. പക്ഷെ ഇത് വരുമ്പോ അല്ലെ, ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ തേച്ചും കൊടുത്തിട്ട് നമുക്ക് പഠിച്ചിട്ട് ഓർമ്മയില്ലെങ്കിൽ എന്താ അറിയില്ല, എനിക്ക് തീരെ ഓർമ്മ നിൽക്കുന്നില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ നമ്മള്? ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പാക്കി തരും. എനിക്കും നിങ്ങൾക്കും ശ്രമിക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, ശ്രമിക്കുക. ഒരു സമയമാവുമ്പം അപ്പോൾ ചിലപ്പോൾ ഈ ഒരു അത്ഭുതം നടക്കും. നമ്മൾ കുറേ ശ്രമിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ ശ്രമത്തിന്റെ റിസൾട്ട് എന്നുള്ള പോലെ ഒരു അത്ഭുതം നടക്കും. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പരാതി പറയുന്നത്, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ നബിമാര് നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, ഇല്ല ഞാൻ ശരിയാണെന്ന് പറയാൻ വായ തുറക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് ഖുർആനെ കൈപടിയ എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല നമുക്ക്. നമുക്ക് അവിടെ ജയിക്കണം, പരലോകത്ത് ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഖുർആനുമായിട്ട് ബന്ധമില്ലാതിരിക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാതിരിക്കാൻ പറ്റില്ല. എത്രത്തോളം ഓതുന്നോ അത്രത്തോളം ഹൈർ. ഖുർആൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കെതിരെ വാദിക്കും അല്ലെ, നമ്മളെ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കെതിരെ അപ്രൂവൽ കൊടുക്കും, നമുക്കെതിരെ പ്രൂഫ് കൊടുക്കും എന്നൊക്കെ നമ്മൾ പല 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 ഹദീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ ഖുർആൻ നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് അക്ഷരങ്ങളും വെച്ച് ഓതാത്തവര് നമ്മളിൽ പെട്ടവരല്ല എന്ന ഹദീസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് ഒരാള് ഖുർആൻ ശരിക്കും ഓതാത്ത അല്ലെങ്കിൽ ഓതാൻ വേണ്ടി ശ്രമിക്കാത്ത, അയാളുടെ റെസിറ്റേഷൻ, അയാളുടെ ഖിറാഅത്ത് നന്നാക്കാൻ ശ്രമിക്കാത്ത ഒരാള് നമ്മളിൽ പെട്ടവനല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം പരമാവധി ശ്രമിക്കുക അല്ലെ. നമ്മൾ ശ്രമിക്കൽ നിർബന്ധമാണ്. റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ്, അതായത് നമുക്ക് തീരെ അക്ഷരങ്ങൾ അറിയ പോലും ഇല്ല, നമ്മൾ പെറുക്കി പെറുക്കിയാണ് വായിക്കുന്നതെങ്കിൽ പോലും അതിന് 2 പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയും കഷ്ടപ്പെട്ടിട്ട് വായിക്കാം. അപ്പൊ ശ്രമം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അതുപോലെ ഖുർആൻ പഠിക്കുകയും അത് ഓതുകയും ചെയ്യുന്ന ആള്, ഓക്കെ, തഹജ്ജുദില് അത് ഓതുകയും ധാരാളമായി ഓതുകയും ചെയ്യുന്ന ആള് ഒരു തുറന്നു വെച്ചിരിക്കുന്ന മസ്കിന്റെ ഒരു ബാഗ്, അതായത് നല്ല സുഗന്ധം വെച്ച ഒരു ബാഗ് തുറന്നു വെച്ചതുപോലെയാണ് ഖുർആൻ പഠിക്കുകയും അത് തഹജ്ജുദില് ധാരാളമായിട്ട് ഓതുകയും ചെയ്യുന്ന ആളുടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഖുർആൻ പഠിക്കുകയും എന്നാൽ ഓതാതിരിക്കുകയും ചെയ്യുന്ന ആള്, ഓക്കെ, അതായത് തഹജ്ജുദിൽ എഴുന്നേറ്റ് ഓതാതിരിക്കുകയും ചെയ്യുന്ന ആള് ഒരു സുഗന്ധത്തിന്റെ പാത്രം അല്ലെങ്കിൽ ബാഗ് പൂട്ടി വെച്ചതുപോലെയാണ്. അതിന്റെ ഫ്രാഗ്രൻസ്, അതിന്റെ സുഗന്ധം പുറത്തേക്ക് വരില്ല. അപ്പൊ നമ്മള് ഖുർആൻ ഓതുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ,
നമ്മളുടെ ഉള്ളിലുള്ള സുഗന്ധം പുറത്തേക്ക് വരില്ല. നമ്മളത് പഠിച്ച് അവിടെ വെച്ച് കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് പ്രതിഫലം നഷ്ടപ്പെടുകയാണ്, ഒരുപാട് ആദരവ് നഷ്ടപ്പെടുകയാണ് ഖുർആൻ ഓതാത്തപ്പം, അല്ലേ? സംരക്ഷണം നഷ്ടപ്പെടുകയാണ്, സേഫ്റ്റി നഷ്ടപ്പെടുകയാണ്, ഇഹലോകത്ത് സമാധാനം സന്തോഷം നഷ്ടപ്പെടുകയാണ്, അതേപോലെ പരലോകത്തും ഖബറിലും ഒക്കെ നഷ്ടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വിശ്വാസികൾ, ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളാവണമെങ്കിൽ എന്താണ്? ഖുർആന്റെ തിലാവ കറക്റ്റ് ആക്കണം. എങ്ങനെയാണ്? ഹഖ തിലാവത്തിഹി, അല്ലേ? ഹഖ തിലാവത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തിലാവത്തുൽ ലഫ്ദ്. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തിലാവത്തുൽ മഅന കറക്റ്റ് ആക്കാൻ പറ്റില്ല. തിലാവത്തുൽ മഅന കറക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തിലാവത്തുൽ ഹുക്മ കറക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ഈ വിജയത്തിലേക്കുള്ള രഹസ്യം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് തിലാവത്തുൽ ലഫ്ദ് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ്. അതാണ് നമ്മളുടെ എന്ത്? ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബിഹി, അല്ലേ? അവരാണ് എന്ത്? ഖുർആനിൽ വിശ്വസിക്കുന്നവർ. അപ്പൊ നമ്മൾ ഈമാൻ ഉള്ളവരാവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണത്. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലേ? വമൻ യക്ഫുർ ബിഹി എന്താണ്? ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാര്. അവർക്കൊരു ലാഭവും ഇല്ല, അല്ലേ? അപ്പൊ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് പെടേണ്ടതെന്ന് നമ്മൾ തന്നെ ആലോചിക്കാം. ഇനി സുബ്ഹാനല്ലാഹ് മാഷാഅല്ലാഹ്, നമ്മൾ ഈ ഒരു ക്ലാസ് കേട്ടതിന്റെ ഭാഗമായിട്ട് പലരും, അല്ലേ, ഞാൻ ഉൾപ്പെടെ പലരും ഒരുപാട് നമ്മുടെ റെസിറ്റേഷൻ കൂട്ടാനും നന്നാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ തന്നെയാണ്. അപ്പം നമുക്ക് ഇന്നലെയൊക്കെ റിഫ്ലക്ഷൻസിൽ കൂടുതലും അത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷെ നമുക്ക് ഇതുപോലെ പല ചലഞ്ചസും വരും, അല്ലേ? നമ്മൾ ഖുർആൻ ഓത്ത് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ വഴിക്ക് വരും. ഖുർആൻ ഓതുന്നത് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെ? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രയാസങ്ങൾ വരാം. ചിലർക്ക് ഖുർആൻ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് ക്ഷീണം, ഉറക്കം, അല്ലേ? ഇരുന്ന് അങ്ങോട്ട് ഓതാന് എന്നെ കൊണ്ട് പറ്റൂല, നടന്ന് ഓതണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോ ഓതണം, അല്ലെ? ഭയങ്കര ക്ഷീണാണ്, അല്ലെങ്കിൽ ഉറക്കം വരും, അല്ലെങ്കിൽ ആവിയിടല്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും. അത് നമ്മൾ സീരിയസ് ആയിട്ട് അതിനെ എടുക്കും. എന്തൊരു കാര്യവും നമ്മൾ നല്ലതായിട്ടുള്ള എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ ഒരു പ്രയാസം നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റീപ്പ്, ഒരു നമ്മൾ സ്റ്റെയർ കേസ് കയറുന്ന പോലെയാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പുകൾ കയറി ആ ഒരു ലാൻഡിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ അൽഹംദുലില്ലാ ആശ്വാസമാണ്. പിന്നെ അങ്ങോട്ടുള്ള കയറ്റം എളുപ്പമാണ്. അപ്പം ആദ്യത്തെ ആ ഒരു ഇത് ഓവർകം ചെയ്യുന്നത് വരെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. പല രീതിയിലായിരിക്കും. ചിലർക്ക് അത് ഉറക്കം തൂങ്ങലായിട്ടായിരിക്കും, ക്ഷീണമായിട്ടായിരിക്കും, കിടക്കാൻ തോന്നുന്നതായിട്ടായിരിക്കും, അറിയാതെ അടഞ്ഞു പോകുന്നതായിരിക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അല്ലേ? ശൈത്താനാണ് ഇടങ്ങേറുണ്ടാക്കുന്നത്. ഉറക്കം തൂങ്ങുമ്പോൾ വേഗം എണീക്കുക, ഒതു എടുക്കുക, ഒന്ന് ഫ്രഷ് അപ്പ് ആകുക, വെള്ളം കുടിക്കുക, ഒന്ന് ശരിക്കും നേരെ നിവർന്നിരിക്കുക, ഓതുക. നമ്മളൊരിത്തിരി സുഖിച്ചൊക്കെ, അല്ലെ, ചാരിയൊക്കെ കിടന്ന് ഒക്കെ ഓതാൻ ശ്രമിക്കുമ്പോൾ വേഗം ഉറങ്ങിപ്പോവും. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ ഉറക്കം വരും. കിടന്ന് ഓതരുത് എന്നല്ല കേട്ടോ, കിടന്നും ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉറക്കം തൂങ്ങാൻ തോന്നുക അപ്പൊ തന്നെ ചാടി എണീക്കുക, പോവുക, ഉള്ള എടുക്കുക, എഴുന്നേറ്റ് ഇരുന്നിട്ട് ഓതാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളെ പിടികൂടും. പിന്നെ തജ്വീദ്, അല്ലെ? തജ്വീദ് നമ്മൾ പല രീതിയിലും പഠിച്ചവരായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, വീണ്ടും 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 പഠിക്കുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷെ ചില സമയത്ത് നമ്മൾ ഈ തിലാവത്തുൽ മാനയും ഹുക്മും മറന്നിട്ട് തിലാവത്തുൽ ലഫ്സിൽ പെട്ടുപോകുന്നവരും ഉണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ട്, നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും എൻ്റെ തെറ്റിപ്പോണം, എത്ര പഠിച്ചു കഴിഞ്ഞാലും എൻ്റെ മഖ്റജ് ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല, അതുകൊണ്ട് നിർത്തുക. സുബ്ഹാനല്ലാഹ്, ഇല്ല, അല്ലെ? നമ്മൾ വീണ്ടും 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 ഓതുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. വീണ്ടും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം അത് എളുപ്പമായിട്ട് മാറും. പിന്നെ വേറെ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിസ്ട്രാക്ഷൻസ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ മക്കള്, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ചിലപ്പം ഭർത്താക്കന്മാർ അവർ കയറി വരുമ്പോൾ നിനക്ക് ഫുൾ ടൈം ഇത് തന്നെയാണോ പണി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് നമുക്ക് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹ് നിന്റെ കലാം ഓതാൻ വേണ്ടിയിട്ടാണ്, നിന്റെ കലാമിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്, നീ എളുപ്പം താ റബ്ബേ, നീ എളുപ്പം താ, നീ എളുപ്പം താന്ന് ദുആ ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. നീ എളുപ്പം താന്ന് ഇന്ന് ചോദിക്കുമ്പോഴേക്കും നാളെ തന്നെ എളുപ്പമാക്കി തരുമെന്ന് വിചാരിച്ചിട്ട് ആരും ചോദിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു എളുപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വലിയ എളുപ്പമായിരിക്കും.
അപ്പം ആ ഒരു യഖീനോട് കൂടി അള്ളാന്റെ അടുത്ത് എളുപ്പത്തിന് ചോദിക്കുക, നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ അല്ലെ അവർ കാരണം എനിക്ക് ഓതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ നഫ്സിനോട് തന്നെ നമ്മൾ ചോദിക്കുക, അതെനിക്കൊരു എസ്കേപ്പിസം ആണോ? ആ ഒരു കാരണം പറഞ്ഞ് ഞാൻ ഓതാതിരിക്കുകയാണോ? ഒരു പക്ഷെ അവരുടെ ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത സമയത്ത് അല്ലെ, അല്ലെങ്കിൽ അവർ വീട്ടിലില്ലാത്ത സമയത്ത്, ഇനി അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് ഓതാൻ അവസരം ഉണ്ടോ അല്ലെ? അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് ഓക്കെ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അവരില്ലാത്ത സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും പലതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായത്തോടു കൂടി. അപ്പം ഇനി മക്കള് കാരണം അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റർബൻസ് കാരണമൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്നാൽ ഇത് കഴിയട്ടെ അല്ലെങ്കിൽ അത് കഴിയട്ടെ എന്നിട്ട് ചെയ്യാന്ന്. അതിന് പകരം അതും കൂടെ അങ്ങ് പോയിക്കോട്ടെ. ഓക്കെ, എല്ലാം ഇത് കാരണം ഖുർആൻ എടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വരും, എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ വേഗം അത് എടുത്തിട്ട് ഖുർആൻ അവിടെ മാറ്റി വെക്കല് സ്വാഭാവികമാണ്. അങ്ങനെ പെട്ടെന്ന് വരും. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ബെറ്റർ ആവണം എന്ന് വിചാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അപ്പം വരും പലതരത്തിലുള്ള ഷെറുകളും പലതരത്തിലുള്ള ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷനും വരും. അപ്പൊ എന്ത് വെച്ചാൽ ആ വന്ന കാര്യത്തിനെ ഒന്ന് അങ്ങോട്ട് മാറ്റിച്ചിട്ട് ആദ്യം ഞാൻ ഖുർആൻ ഓതട്ടെ, എന്നിട്ട് അതിന് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കും. ഇനി കുട്ടികളാണെങ്കിൽ അവർ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ, നമ്മള് അവിടെ, അതായത് ഇവരുടെ കളി കഴിഞ്ഞിട്ട് പഠിക്കാൻ ഓതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. അപ്പം അങ്ങനെ മാക്സിമം ജെന്യൂൻ ആയിട്ട് മാക്സിമം ഇഖ്ലാസോട് കൂടി അതിന് ഖുർആന് സമയം കൊടുക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്താക്കാൻ പറ്റും, അവിടേക്ക് എത്താൻ പറ്റും. ആദ്യത്തെ ആ ഒരു കടമ്പ ഭയങ്കര പ്രയാസമായിരിക്കും. നമ്മൾ എന്തൊരു കാര്യം ബെറ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ, കൂടുതലാക്കാൻ ശ്രമിക്കുമ്പോൾ കടമ്പകൾ എന്തായാലും ഉണ്ടാവും. ആ കടമ്പകൾ ഓവർകം ചെയ്യാൻ വേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും. അങ്ങനെ ഓരോരുത്തരും ശ്രമിച്ചവർ ഇവിടെ ഒരുപാട് ഉണ്ടാവും, ശ്രമിച്ച് വലിയ വലിയ ലെവലുകളിൽ ആ കാര്യത്തിൽ എത്തിയവരുണ്ടാവും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കാരണം പലർക്കും ആവശ്യമാണ് ആ ഐഡിയാസ് ഒക്കെ. കാരണം പലരും സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും, ജസ്റ്റ് തുടങ്ങി പ്രയാസങ്ങൾ കാരണം നിർത്തിപ്പോയവരായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങി വീണ്ടും നിർത്തിയവരായിരിക്കും. പല പല സ്റ്റേജിലുള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ജഡ്ജ്മെന്റും കൂടാതെ, ഇതെന്താ അത്രേ ചെയ്യലുള്ളൂ, ഞാനെത്ര ഓതൽ, ഇത് ഇത്ര സിമ്പിളാ, അങ്ങനെയൊന്നും പറയാതെ, അവർക്ക് അതൊരു പ്രയാസമാണ്, നമ്മളെ കൊണ്ട് എന്ത് ഹാൻഡ് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഹാൻഡ്സ് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സുബ്ഹാനല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയിലേക്ക് അല്ലെ മടങ്ങാൻ വേണ്ടി ഖുർആൻ ധാരാളമായിട്ട് ഓതി ഖുർആൻ കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന എല്ലാ പ്രയോജനങ്ങളും ഇഹത്തിലും പരത്തിലും ലഭിക്കുന്ന രീതിയിൽ ഖുർആനോട് അടുക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് തരട്ടെ. ഇനി നമുക്ക് വല്ല രോഗങ്ങളോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓതാൻ തീരെ പറ്റാത്ത സമയത്ത് നമുക്ക് ഖുർആൻ ലിസൺ ചെയ്യാം. ഖുർആന്റെ റെസിറ്റേഷൻ ഇട്ടിട്ടില്ലേ ഫോണിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് അത് കേൾക്കാം. റെസിറ്റേഷനും ലിസണിങ്ങിന്, അതായത് നമ്മൾ ഓതുന്നതിനും കേൾവിക്കും പ്രതിഫലം ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മൾ ഓതുന്നതിന് പ്രതിഫലം എന്തുകൊണ്ടും കൂടുതലുണ്ട്. കാരണം കേൾക്കുമ്പോൾ നമ്മൾ ശരിയാണ് കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ തദബ്ബുർ ചെയ്യുന്നുണ്ടാവും, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും മീനിങ്. പക്ഷെ ഓതുമ്പോൾ നമുക്ക് ആ ചിന്തിക്കുന്ന പ്രതിഫലം പ്ലസ് നമ്മൾ ഓതുന്ന പ്രതിഫലം രണ്ടും കൂടെ കിട്ടണം. അപ്പൊ എന്തുകൊണ്ടും ഓത്ത് തന്നെയാണ് ബെറ്റർ ലിസൺ ചെയ്യുന്നതിനേക്കാളും. കാരണം അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നതിന്റെ കൂടെ ഓതുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. പക്ഷെ നമുക്ക് തീരെ ഓതാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, നമ്മളുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവും അല്ലെങ്കിൽ തീരെ വയ്യാതിരിക്കുമ്പോൾ ഇനി നമുക്ക് ലിസണെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, ഖുർആന്റെ റെസിറ്റേഷൻ കേൾക്കാനെങ്കിലും പറ്റുമെങ്കിൽ ഖൈർ, അത്രയും ഖുർആനുമായിട്ട് ബന്ധമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഖുർആനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് കണക്ഷൻ ആക്കി മാറ്റാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ അത് കാരണം ദർജകൾ ഒരുപാട് ഉയർത്തപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ഖുർആൻ ഓത്തുകളും ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെ ഏറ്റവും ഏറ്റവും എന്താ പറയുക സ്വീകാര്യമായ അമലുകളാക്കി അള്ളാഹുവിൻ്റെ അടുക്കത്തിൽ സ്വീകരിച്ച് അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ. ആമീൻ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ. ഖുർആനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കേണ്ട രീതിയിൽ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല നിലനിർത്തി തരട്ടെ. നമ്മൾ മരണം വരെയും അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ ഖുർആനുമായിട്ട് ബന്ധം ഉള്ള ആളുകളായിട്ട് ഖുർആനെ മനസ്സിലാക്കി ഖുർആൻ ഓതുകയും ഖുർആനെ മനസ്സിലാക്കുകയും ഖുർആനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഖുർആൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അത്തരത്തിൽ ഖുർആൻ പോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം ആക്കി മാറ്റാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. എല്ലാ നെഗറ്റീവ് വികാരങ്ങളും ഹൃദയത്തിലെ എല്ലാ നെഗറ്റീവ് രോഗങ്ങളും ഖുർആൻ വഴി ഷിഫ ആക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ.
اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.